10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള PYQ ആൻഡ് റിലേറ്റഡ് ഫാക്റ്റാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ്, ഇന്ത്യ ഭരണഘടനയെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 എന്ന് വെച്ചാൽ നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 15 എന്ന് വെച്ചാൽ വിവേചനം പാടില്ല. മതം, ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞത്. 14 നിയമസമത്വമാണ്. 15 എന്ന് വെച്ചാൽ വിവേചനം പാടില്ല. 16 എന്ന് വെച്ചാൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വമാണ് 16. 17 അയിത്ത നിർമ്മാർജ്ജനം. 18 എന്ന് വെച്ചാൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 14 നിയമസമത്വം, 15 വിവേചനം പാടില്ല, 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, 17 അയിത്ത നിർമ്മാർജ്ജനം, 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ്. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് വെച്ചാൽ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പാക്കുന്നു. പൊതു നിയമനങ്ങളിലെ അവസര സമത്വമാണ് ആർട്ടിക്കിൾ 16. സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യ ഭരണഘടന ആമുഖത്തെ പരാമർശിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ തുല്യ പദവി, അവസര സമത്വമാണ്. അവസര സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. എന്നാൽ പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികളും നടപടികളും ഗവൺമെൻറ്റിന് നടപ്പിലാക്കാവുന്നതാണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നത്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ എന്തെങ്കിലും വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 16(1) എന്ന് പറയുന്നത്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗസ്ഥത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങൾ അവസര സമത്വം ഉണ്ടായിരിക്കുന്ന 16 സബ് ക്ലോസ് 1. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ജീവനത്തെയോ ഉദ്യോഗത്തെയോ സംബന്ധിച്ച മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവ ഇവയിൽ ഏതെങ്കിലും മാത്രം അടിസ്ഥാനമാക്കി ഏതൊരു പൗരനും അയോഗ്യനാകുകയോ വിവേചനത്തിന് വിധേയനാകുകയും ചെയ്യുന്നതല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 2. താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമനങ്ങളിലെ വ്യവസ്ഥകൾ ഉണ്ടാകാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 3. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(4). സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങൾ ആ മതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന സംവരണം ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 16(5). സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് അവസര സമത്വ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പരാമർശിക്കുന്നത് 16(6) ആണ്. ഇനി അടുത്ത PYQ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. നിർദ്ദേശകത. ഇന്ത്യ ഭരണഘടനയെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് വെച്ചാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 4 ഭരണഘടനാ മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. നിർദ്ദേശം എവിടെ നിന്നാണ്? മാർഗനിർദ്ദേശം അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സബ്ടു കമ്മിറ്റിയാണ്. അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സബ്ടു കമ്മിറ്റി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4 എന്ന് പറയുന്നത്. ഗാന്ധിയ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശ തത്വം. അപ്പോൾ ഇന്ത്യ ഭരണഘടനയെ മാർഗനിർദ്ദേശ തത്വം ഉൾപ്പെടുത്തുന്ന ഭാഗം എന്ന് വെച്ചാൽ ഭാഗം 4.